അന്നൊക്കെ വെള്ളാനകളുടെ നാട് ഞാൻ 20 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് പോലും അന്നൊന്ന് രാത്രി കേൾക്കുന്നതായിരുന്നു ഫോണിൽ കൂടെ, മൊബൈലില്ല, ലാൻഡ് ഫോണിൽ വിളിച്ച് ശ്രീനിവാസം പറയുന്നതാണ്. അങ്ങനെ എഴുതിയെടുക്കും, ചിലപ്പോൾ ഒരു സീൻ ആരെയും കൊടുത്തയക്കും. അങ്ങനെ 20 ദിവസം കൊണ്ട് തീർത്ത പടമാണ്. മോഹൻലാൽ പിന്നെ ഏത് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്ത ആൾ വന്നാലും അഭിനയിക്കാൻ വന്നാലും അയാൾ 2 മിനിറ്റ് കൊണ്ട് കമ്പനിയാവും. വാ വണ്ടി കയറെന്ന് പറഞ്ഞാൽ ഒരു അംബാസഡർ കൊണ്ടുവരുമ്പോൾ മറ്റേ വണ്ടി എവിടെയെന്ന് മോഹൻലാലിനെ കൊണ്ട് ചോദിപ്പിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ മറ്റേ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാൻ ഒരു അംബാസഡർ കാർ കൊണ്ടുവരുത്തി, വാ ഇതിൽ കയറി നിർത്തുമ്പോൾ മറ്റേ നമ്മുടെ ബെൻസ് എവിടെ പോയി, അതിൻ്റെ ഉടമസ്ഥ വന്ന് തള്ളയ്ക്കൊളിക്ക് എടുത്തോണ്ട് നീ ഇതിൽ കയറി. ഇത്രയും ദൈവതുല്യനായിട്ട് ഒരാളിനെ എൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പ് അതിന് ശേഷം കണ്ടിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഞാൻ ചോദിച്ചു, പ്രേമലു കണ്ടിട്ട് ഇറങ്ങിയിട്ട് പ്രിയദർശൻ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പടം? അയ്യോ ഭയങ്കര രസം. ഇത്രയും രസമായിട്ട് അവരെടുത്തില്ലേ. നമ്മളെക്കാളൊക്കെ അവർ വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്നു ഈ പുതിയ ജനറേഷൻ. മഞ്ജു വാര്യർ 6-ാം തമ്പുരാനിൽ പടത്തിൽ അഭിനയിക്കുമ്പം ഞാൻ സീനിലിങ്ങനെ ക്യാമറയുടെ സൈഡിൽ ചെന്ന് ഇങ്ങനെ നിൽക്കും. ഇവരുടെ മുഖത്ത് ഇങ്ങനെ പടപടാന്ന് മിന്നി മറയുന്ന ഭാവങ്ങൾ കാണാൻ. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റിനകത്ത് ഇൻ്റർഫിയർ ചെയ്യും, കാര്യങ്ങളൊക്കെ പറയും, അത് വേണ്ട ഇതുണ്ടാകും. ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ 100% ഇവിടെ ഡയറക്ടർ. പണ്ടൊക്കെ ലവ് സീൻ ചെയ്യാനൊക്കെ നാണം ഉണ്ടായിരുന്നു. ഞാൻ നാണം കെട്ടില്ല, അഭിനയിക്കാൻ ഇറങ്ങുന്നത് ആദ്യം നാണം മാറ്റി വയ്ക്കണം. നാണം കെട്ടാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ഒരുപാട് സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഈ വ്യക്തിനെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ദ വേഴ്സറ്റൈൽ ആക്ടർ, ഒരുപാട് സിനിമയിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നമ്മളെയൊക്കെ ഇങ്ങനെ ഭയങ്കര മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മളുടെ സ്വന്തം രാജുവേട്ടൻ, മണിയൻപിള്ള രാജുവേട്ടനാണ്. ചേട്ടാ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഒരുപാട് സന്തോഷം എനിക്കിവിടെ എൻ്റെ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ. അപ്പോൾ ഞാനിപ്പോൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമൊക്കെ ആയി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. താങ്ക് യു. അപ്പോൾ ഇന്ന് രാജുവേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ ചേട്ടൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ചേട്ടൻ്റെ പുതിയ സിനിമ ഗൂ എന്ന് പറഞ്ഞ സിനിമ റിലീസാവാൻ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളും കൂടെ നമ്മളിവിടെ പങ്കുവെക്കാനായിട്ടാണ് ചേട്ടൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സുധീർ കുമാർ എന്നുള്ള പേര് ഞാൻ സത്യം പറയാൻ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് രാജുചേട്ടൻ്റെ പേര് സുധീർ കുമാർ എന്നാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു രാജു എന്നാണ്. ഓ ഓക്കെ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എല്ലാം സുധീർ കുമാറാണ്. വീട്ടില് ഒരു പെറ്റ് നെയിം ഉണ്ടല്ലോ, അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു പേരിടല്ലോ, അത് രാജു എന്നാണ്. രാജു എന്നാണ്. ഓക്കെ. മണിയമ്പിള്ള അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹോട്ടലിലൊക്കെ ഫോൺ വരുമല്ലോ, രാജുവിന് വിളിക്കുമ്പോൾ ഏത് രാജുവിന് ചോദിക്കും. അപ്പം പ്രൊഡക്ഷനിൽ ക്യാമറയിലുണ്ട്, നടികളുടെ കൂടെ ടച്ചപ്പിന് സാധനങ്ങളായിട്ട് നടക്കുന്ന പയ്യന്മാരുടെ എല്ലാം പേര് രാജു എന്നാണ്. അപ്പൊ ഏത് രാജു? നമ്മുടെ മണിയമ്പിള്ള. അങ്ങനെ മണിയമ്പിള്ള രാജു ആയതാണ്. ഞാൻ ഇട്ടതല്ല, എനിക്ക് വന്ന് വീണതാണ്. കറക്റ്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ അല്ലേ സുധീർ കുമാറിനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓ ആണല്ലേ. അപ്പൊ എനിക്കറിയാം വെച്ചാൽ നമ്മളുടെയൊക്കെ ഒരു ഇതിൽ ഒത്തിരി പേർക്ക് ആ ഒരു പേര് അറിയണം എന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും രാജുവേട്ടൻ അങ്ങനെ സുധീർ എന്നുള്ള ആ പേരിൽ വിളിക്കണത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സുധീർ എന്നൊരു വിളിയേട്ടാ ഞാൻ തിരിഞ്ഞു നോക്കണേ, അത് എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കും. അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ എന്നെ പഠിപ്പിച്ച സാറന്മാരെല്ലാം മരിച്ചുപോയി. അങ്ങനെയുള്ള ബന്ധുക്കൾക്കും എല്ലാം രാജു എന്നുള്ള പേരാണ് അറിയാവുന്നത്. പക്ഷേ ഈ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്നുള്ള സിനിമ വന്നതിന് ശേഷമാണ് ആ ഒരു പേര് വന്നത്. ചേർത്ത് വന്നു. ഇപ്പൊ 48 വർഷം 49 വർഷം. ഓക്കെ. 49 വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചിലപ്പോൾ വിഷമങ്ങളുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം കടന്ന് ഈ 48 വർഷം രാജുവേട്ടൻ വന്ന് നിൽക്കുമ്പോൾ എന്താ ഇപ്പൊ തോന്നുന്നത്? 49 വർഷം വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് സന്തോഷമുള്ളൂ. എന്താ പറയുക, ഒരാൾ ആഗ്രഹിക്കുന്ന മേഖല അല്ലെങ്കിൽ തൊഴിൽ അയാൾക്ക് കിട്ടുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു സിനിമ നടനാവണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇതെല്ലാം വന്ന ആളാണ്. അത് എനിക്ക് കിട്ടി. ഇത്രയും വർഷമായി എത്രയോ പേര് സിനിമയിൽ നിന്ന് ഔട്ടായി. എൻ്റെ കൂടെ അഭിനയിച്ചവർ തന്നെ 150-200ഓളം പേര് മരിച്ചു പോയിട്ടുണ്ട്. ഞാനിപ്പോഴും ജീവിച്ചു ഇരിക്കുന്നു. പിന്നെ ഇപ്പോഴും സിനിമകളുണ്ട്, എന്താ പറയുക, ഒരു ലൈം ലൈറ്റിലുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. എപ്പോഴും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രാജുവേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഓരോ സിനിമകൾ അതായത് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ച് ഡിപ്ലോമയൊക്കെ എടുത്ത് വന്ന് എന്നിട്ടും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞ വാക്കായിരുന്നു വണ്ടി പഞ്ചർ ആവാതെ ഓടിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. ആ വണ്ടി പഞ്ചർ ആവാതെ എങ്ങനെയായിരുന്നു അതിങ്ങനെ ടാക്കിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഇതിനുവേണ്ടി പരിശ്രമം തന്നെയാണ്, ഭയങ്കര കഷ്ടപ്പാട്. ഇന്നത്തെ മാതിരി ഈസി ഒന്നുമല്ല. ഇന്നിപ്പോൾ ഒരു സിനിമ ഒന്ന് അഭിനയിച്ച് അതിൻ്റെ പുറകിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ഒരു ക്രൂസ് എല്ലാം ചേർന്ന് പടം ഹിറ്റായി കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന ആളുടനെ പിന്നെ 2 കോടിയായി 3 കോടിയായി. അങ്ങനെ നമ്മുടെയൊക്കെ കാലഘട്ടം അങ്ങനെയല്ല. വളരെ സ്ട്രഗിൾ ചെയ്തും എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിട്ട് പൈസ കിട്ടാതെ ഇരുന്നിട്ടുണ്ട്.
അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴക്കുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പടങ്ങളിൽ വിളിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഭയന്ന് അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാനല്ലേ നോക്കുക. അന്നൊക്കെ ഫുഡിന് വരെ ഞാൻ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, വലിയ ആളിനും ഹീറോയ്ക്ക് മറ്റേ ആളെങ്കിൽ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഏത് പ്രൊഡക്ഷനിൽ വന്നാലും എല്ലാവർക്കും ഹീറോ എന്ത് കഴിക്കുന്നു അതുപോലെയുള്ള ഫുഡ് തന്നെ ആയിരിക്കും. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന റെവല്യൂഷനാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിലൊക്കെ ലൈവ് ഫുഡാണ് അതുകൊണ്ട് അതൊക്കെ എനിക്കൊരു സന്തോഷം. ഞാൻ നല്ല ഒരു ഫുഡിയാണ്, ഫുഡിൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി വലിച്ചു വാരി കഴിക്കുന്നതല്ല. എവിടെ നല്ല ഫുഡുണ്ട്, എവിടെ ടേസ്റ്റ് ഫുഡ്, അവിടെയൊക്കെ ഞാൻ പോകും. ഇപ്പൊ എന്തായാലും പുതിയ വിശേഷം ഗു ആണ് പുതിയ വിശേഷം. എന്താണ് രാജുവേട്ട അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താ? അല്ല, മനു എന്നുള്ള ഡയറക്ടർ വന്ന ഒരു സബ്ജക്റ്റ് പറഞ്ഞു, കുറച്ച് വലിയ പടമാണ്, അത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാളികപ്പുറന്നൊരു പടം റിലീസാകും. ഞാനും മനുവും കൂടെ പോയി കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്, വളരെ എക്സ്ട്രീം ടാലൻ്റുള്ള കുട്ടിയാണ്. ഈ കുട്ടിയെ നമ്മളൊരു മെയിൻ റോളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ അതൊരു ഹിറ്റായിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി കാലിക്കറ്റ് പോയിട്ട് എൻ്റെ മോനെ അത് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ അവിടെ ചെന്ന് നിരഞ്ജൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അപ്പോൾ നിരഞ്ജൻ്റെ അടുത്ത് വെച്ചാൽ ഒരുപാട് ഒരു കഥയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ എത്രയെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും, ദിവസം പിന്നെ വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിരഞ്ജ് പറഞ്ഞു നല്ല കഥയാണ് അച്ഛൻ ഒന്ന് കേട്ട് പോകണം. അപ്പോൾ അയാളുടെ ഏജ് വെച്ചിട്ട് ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അപ്പം യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും, തീരെ പഴഞ്ചനായിരിക്കില്ല, മനസ്സിലായി. ഇങ്ങനെ ഞാൻ വരുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൊററാണ് എൻ്റെ പ്രമേയം, ഒരു ഫാൻറ്റസി ഹൊററാണ്. പിന്നെ മാത്രമല്ല ഹൊറർ എന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാര്. എന്നാലും രക്തരക്ഷസ് ഒക്കെ ഭയങ്കരമായിട്ട് ഓടിയ സംഭവമാണ്. ഒരു 2-3 കൊല്ലമൊക്കെ ഒരേ സ്റ്റേജിൽ നാടകം കളിച്ചുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. തിരിച്ചു വരുമ്പം അച്ഛൻ്റെ കയ്യിലൊക്കെ പിടിച്ചു വരും, ഉറങ്ങാനൊക്കെ പേടിയുണ്ട്. പക്ഷെ എന്നാലും പേടിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമാണ് സംഭവം. എല്ലാവരുടെ ജീവിതത്തിലും പേടിയുണ്ട്. എന്നെപ്പോലും പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് ഭയമാണെന്ന്. ചിലർ വലിയ ധൈര്യമായിട്ട് പോകും, പക്ഷെ നമ്മൾ പടന്നു പോകുമ്പോൾ പെട്ടെന്നുള്ള മുമ്പ് ചാടി അയ്യോ എന്നായി ഇപ്പോൾ പേടിച്ചു. ആരും പേടിക്കും. പേടി എല്ലാവരുടെയും കൂടെയുള്ളൊരു ഒരു വികാരമാണ് സംഭവം. അത് എനിക്ക് പേടിയില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ. ഒരു ചെറിയ പനി വന്നാൽ പേടിക്കുന്നവരുണ്ട്, ഇരുട്ട് പേടിക്കുന്നവരുണ്ട്. എനിക്ക് ഭയം പൊതുവെ ഭയമുള്ള കൂട്ടത്തിലാണ്. കുട്ടിക്കാലത്തൊന്നും അത് ഈ പറഞ്ഞ കാര്യം അമ്മൂമ്മ അപ്പൂപ്പൻ്റെ ഒക്കെ പെറ്റായിരുന്നു ഞാൻ. അവരുടെ ഇത് ചെല്ലുമ്പോൾ ഇങ്ങനെ അങ്ങനെ വെള്ള സാരി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നിട്ട് യക്ഷി കഥകൾ പറഞ്ഞ് എന്നെ പേടി. ഇപ്പം നമുക്കറിയാം യക്ഷിയില്ല, ഒന്നും ഇല്ലെന്നറിയാം. എന്നാലും ഇരുട്ടത്ത് ഒറ്റയ്ക്ക് കിടക്കാനോ അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു കാട്ടിനകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആരുമില്ല, അവിടെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ തന്നെ പേടിയുള്ള കാര്യം. ഞാനൊരു എന്താ പറയുക, തമിഴിൽ പറഞ്ഞ ബൈദാ കൊല്ലി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പേടിയാണ്. ഞാൻ ഉദാഹരണം, എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവിതത്തിൽ ലിഫ്റ്റാണ്. പാമ്പിനെക്കാളും പേടി എനിക്ക് ലിഫ്റ്റാണ്. ലിഫ്റ്റ് സ്റ്റക്കായാൽ ഒരു ക്ലോസ്ട്രോഫോബിയ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ടെൻസ്ഡ് ആവും, വിയർക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. അതിൽ ഇടുങ്ങിയ മുറി, ചില ഹോട്ടലൊക്കെ ചെന്ന് താമസിച്ചു. ഒരിക്കലും ഒരു ഹോട്ടലിൽ ചെന്ന് താമസിച്ചിട്ട് ടോയ്ലറ്റ് ലോക്കായിപ്പോയി. നമ്മളകത്തും കുറ്റിയിട്ടേക്കുന്ന ആരെങ്ങനെ വരും. 2-3 ദിവസം കിടന്ന സംഭവങ്ങൾ ആൾക്കാർ പറഞ്ഞും വായിച്ചൊക്കെ ഇട്ടു. ഞാൻ പേടിച്ചു പോയി. എന്തോ ഞാൻ ഈ അതിൻ്റെ വാതിലിട്ട് ഇടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. പകലായിരുന്നു, 4 മണിക്ക്. അപ്പോൾ എന്തോ കുഞ്ഞൻ നടക്കുന്നുണ്ടായിരുന്നു കോറിൽ. അപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങനെ വിളിയാക്കിയിട്ട് വിളി ചെറുതായിട്ട് സൗണ്ട് വെളിയിൽ കേട്ടു. അപ്പം റിസപ്ഷനിൽ പറഞ്ഞ് റൂം തുറന്നപ്പം അത് ലോക്കായിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ ഉള്ള ഹോട്ടലിലൊക്കെ ഫോണുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴും ചില ഹോട്ടലിലൊക്കെ പോകുമ്പം അങ്ങനെ ഒരു പേടിയുള്ള ലോക്കേഴ്സ് ആണെങ്കിൽ മൊബൈലും കൂടെ കൊണ്ടുപോകും എമർജൻസിക്ക്. അങ്ങനെയൊക്കെ പേടിയാവും. ഓക്കെ. അല്ല, ഇപ്പൊ ഈ സിനിമയിലെ ട്രെയിലർ കണ്ടപ്പോഴേക്കും നമ്മളിങ്ങനെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ അല്ല ഇത്. ഭയങ്കരമായിട്ട് അന്ധവിശ്വാസങ്ങളില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു വൾഗർ കോമഡി അതൊന്നുമില്ല. നല്ല രസമായിട്ട് പോകുന്ന കുട്ടികളുടെ കയ്യിലാണ് ഈ പടം ഇരിക്കുന്നത്. കുട്ടികളാണ് ഇതിനെ, പാരൻസിനും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ കുട്ടികളെ വഴിതെറ്റിക്കുക, പ്രേതമുണ്ട് ഭൂതമുണ്ടെന്ന് പറയുന്ന പടമൊന്നുമല്ല. അല്ല, ഇപ്പൊ സൈജനോട് സൈജേട്ടൻ പറഞ്ഞു പണ്ട് ഇങ്ങനെ പറയായിരുന്നു വിസിലടിച്ചാൽ പാമ്പ് വരും എന്നൊക്കെ പറഞ്ഞു. പണ്ട് ഇങ്ങനെ ചേട്ടൻ ഇതുപോലെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്. രാജുവേട്ടൻ ഇതുപോലെയൊക്കെ പണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? പിന്നെ ഈ പറഞ്ഞ മാതിരിയൊക്കെ രാത്രി ഇങ്ങനെ വരും, വെച്ചി വരും, പ്രേതം വരും, പാലപ്പൂ മണമടിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ദൂരെ മോഡൽ സ്കൂളിൻ്റെ അടുത്തൊരു പാല നിൽക്കുന്നുണ്ട്. ആ പാല പോകുമ്പോൾ എനിക്ക് ഇവിടെ വീട്ടിൽ മണമാണ്. ആ സമയത്ത് യക്ഷി എന്നൊരു പടമുണ്ട്. പാലയിലാണ്, പാല വെച്ചാൽ ഇവിടുത്തെ പാലയല്ല, പാല യക്ഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയന്ന് വരുന്നത്. പേടിയുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഓരോ തലമുറ കണ്ടു വന്ന ആളാണ് രാജുവേട്ടൻ. അതായത് നമ്മുടെ നസീർ സാറും നമ്മുടെ മധു സാറും അവരുടെ കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ, ജയൻ, അതെ, പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ ദിലീപേട്ടൻ. അപ്പോൾ ഓരോരോ ഇതിങ്ങനെ കടന്നു വരുമ്പോഴേക്കും ശരിക്കും മിസ് ചെയ്യുന്ന ഒരു പാർട്ട് ഏതായിരിക്കും ഇപ്പം ഈ ഒരു ജനറേഷനിലെ പടങ്ങൾ ചെയ്യുമ്പോഴും? പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു.
എല്ലാവരും, അതായത് ക്യാരവനൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ജോലിയില്ല. വൈകുന്നേരം വരെ എൻ്റെ അടുത്ത ഷോട്ട് വരെ 2 മണിക്കൂർ ആകുമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ചെയ്യും. ഇപ്പം അങ്ങനെ അവരവർ ഷോട്ട് കഴിഞ്ഞാൽ അവർ ക്യാരവനിൽ പോകും. പിന്നെ അങ്ങനെ ഒരു ഇൻറ്റിമസി ഇല്ല. ചിലർക്കൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്, ചിലർ ഒരു 5-6 പേരുടെ ഗ്രൂപ്പുണ്ട്. അവർ തന്നെ അവരെ പടങ്ങളിൽ അവരെ ഇടും, അവർ തന്നെ അത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ അവർക്ക് ഇഷ്ടവുമല്ല. ഇപ്പൊ ഏഴോട്ട പോലത്തെ സിനിമയിലൊക്കെ നിങ്ങൾ അത്രയും ഒരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, ലാലേട്ടൻ, അവരെല്ലാവരും, ജഗദീഷ് ചേട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ സെറ്റിലൊക്കെ ഇത് ബിഹൈൻഡ് ഇത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും എങ്ങനെയായിരുന്നു നിങ്ങളുടെ? ഞങ്ങളിങ്ങനെ കസേരയിട്ടിരിക്കല്ലേ, എല്ലാം ഞങ്ങൾ കിടന്ന് ചിരിയും ബഹളവും കോമഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പര വെച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ആ രസങ്ങളൊക്കെ പോയി. എല്ലാവരും അവരവരുടെ കാര്യം അവരവരുടെ ഇത്. പിന്നെ അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സംസാരിക്കാന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫുൾ ടൈം മൊബൈലിലാണ്. ഞാൻ നോക്കാറുണ്ട്, വീട്ടിൽ നിരഞ്ജായാലും ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ പറയും, ഇതിനകത്ത് എല്ലാം മുള്ള കല്ലൊക്കെ കാണാം, അതൊന്നും നോക്കണ്ടേ. എത്രയോ പ്രാവശ്യം ഫോൺ താഴെ വീഴുന്ന അറിയപ്പെടുന്നത്. അത് ഈ ജനറേഷൻ എങ്ങനെയാണ്. ഞാൻ വെളിയിലുള്ളവരെ കുറ്റം പറയല്ല, എൻ്റെ മോനെയും ചേർത്ത് പറയും. നിരഞ്ജും ഇങ്ങനെയാണ് സംഭവം. ഇവരെല്ലാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് സംഭവങ്ങൾ. സമയം പോകാനുള്ള, മറ്റേത് സമയം പോകാൻ തമാശകളായിരുന്നു. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിൽ വിട്ടുവന്നാൽ നമ്മളെല്ലാം കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഞങ്ങൾ എൻജോയ് ചെയ്യേണ്ട അത്ര എൻജോയ് ചെയ്യുന്നില്ല. അവർ ഇതിനകത്തുള്ള എൻജോയ്മെൻറ്റേ ഉള്ളൂ. നമ്മളെല്ലാം പ്രാക്ടിക്കലായിരുന്നു. വൈകുന്നേരം സ്കൂളിൽ വിട്ടുവന്നാൽ കളിക്കാൻ പോവുക, വീട്ടിൽ അമ്പലത്തിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് സ്റ്റേഡിയത്തിൽ പോയി ഗ്രൗണ്ടിൽ പോയി കളിക്കുക, എല്ലാം ഉണ്ടായിരുന്നില്ലേ. ഈ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാ നിരഞ്ജനായിട്ട്? തിരിച്ചു ഞാൻ അവിടെ അച്ഛനും മകനും ഇല്ലല്ലോ. ഇല്ല, അതെ, ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അയാൾ, ഞാൻ പറയും, ഇതിനകത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, കഠിനാധ്വാനം. നമുക്ക് ക്യാരക്ടർ കിട്ടും, നമ്മൾ നന്നായിട്ട് ചെയ്യുക, സിൻസിയറായിട്ട് ചെയ്യുക. അത് പിന്നെ പടം കണ്ടിട്ട് അയ്യോ അതെനിക്ക് ശരിയാക്കാമെന്ന് പറയാനേ നടക്കത്തില്ല. അപ്പോഴവിടെ നിങ്ങൾ ചെയ്തിട്ട് പോകണം, ഡയലോഗ് കാണാതെ പഠിക്കണം. പിന്നെ അതിനകത്തുള്ളൊരു സെൽഫ് ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി. ഞാൻ ആഗ്രഹം വളരെ സ്ട്രിക്റ്റാണ്. അത് നിരഞ്ജനുണ്ട്. രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 5:30 റെഡിയായിട്ട് നിൽക്കും. ഇപ്പോൾ പല ആൾക്കാരും രാവിലെ 5 മണിക്ക് കയറുന്ന 10:30-11 മണിക്കാണ് വണ്ടി കയറുന്നത്. അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ പഴയ ജനറേഷനിലായിരുന്നു. ഞാനൊക്കെ ഈ അടൂർ ബാസി സാറ് ഇവരെല്ലാം കണ്ട് വളർന്നതാണ്. അവരൊക്കെ 5:30 കുളിച്ച് റെഡിയാണ്. ഷൂട്ടിങ്ങിന് എത്തണം. അവർക്ക് ആ ജോലിയെടുത്തുള്ളൊരു ഒരു ഇതുണ്ടല്ലോ സംഭവം. അതിനകത്തൊരു നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ജോലിയെ. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ഈ മുറിയിനകത്ത് ഒരു നല്ല പൈസ തരാം, ഇതിനകത്തുള്ള ഇതൊക്കെ ഒന്ന് മാറ്റി തറയൊക്കെ തുടച്ച് ഈ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുവന്ന്, എനിക്കത് ഇഷ്ടമുള്ള ജോലിയല്ല, എൻ്റെ ജോലിയല്ല. എൻ്റെ ജോലി ഇതാണ്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ രാജേട്ടൻ ഇത്തരം കാര്യങ്ങൾ സെറ്റിൽ ഫേസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സോർട്ട് ചെയ്യാറ്? ഞാൻ എല്ലാം നോക്കുമല്ലോ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല അനങ്ങത്തില്ല. സെറ്റിൽ എന്ത് നടന്നാലും ഞാൻ അറിയാം, എന്ത് നടന്നാലും എല്ലാവർക്കും പറയും. അപ്പോൾ എല്ലാ വരുന്നവരത്തൊക്കെ ഞാൻ പറയും. ഒരു മീറ്റിംഗ് ഉണ്ടാവും എപ്പോഴും. ഫസ്റ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം രാവിലെ പറയാം. ഞാൻ പറയും, നമ്മളെല്ലാം ഡിഫറൻറ്റ് വീടുകളിൽ നിന്ന് വരുന്നതാണ്, നമ്മൾ 150 പേരുണ്ട്, 150 കൾച്ചറാണ്. ഇപ്പോൾ ഒരു 10-40 ദിവസം പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടും, ലൈവായിട്ടും കിട്ടും, നിങ്ങൾ പറയുന്നത് കിട്ടും, അതുപോലെ നിങ്ങളുടെ പൈസ കിട്ടും കൃത്യമായിട്ട്. മിക്കവാറും എല്ലാവർക്കും AC റൂമായിരിക്കും, താഴെയിലുള്ള സ്റ്റാഫ് വരെ എല്ലാവരും സുഖമായിട്ട് ജോലി കഴിഞ്ഞാൽ സുഖമായിട്ട് നടന്നുറങ്ങണം. ചുമ്മാ കൊതുകിന് അടിച്ചുകൊണ്ടുവന്ന രാവിലെ. അപ്പോൾ അതുകൊണ്ട് വരണം. ഇതിനകത്ത് ആരും ഒരു വഴക്കുണ്ടാക്കരുത്, സ്പർദ്ധ ഉണ്ടാക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞ് തമ്മിൽ തെറ്റിക്കരുത്. നമ്മളൊരു ജോളിയായിട്ട് പോകണം. ഈ ഇത്രയും ദിവസങ്ങൾ നമ്മൾ 50 ദിവസം ഉണ്ടാവും എന്ന് ആദ്യമേ പറയും. പിന്നെ ഈ ക്യാരക്ടേഴ്സിന് ഗോയിൽ തന്നെ നമ്മൾ കുട്ടികളെ കണ്ടെടുത്തു. ദേവനന്ദയുടെ കാര്യമല്ല, ബാക്കിയുള്ള കുട്ടികളെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു ആക്ടിങ്, അതിൻ്റെ രീതിയിൽ. അതിനകത്ത് നിരഞ്ജൻ പോയി ജോയിൻ ചെയ്തു. കാര്യം നിരഞ്ജൻ്റെ കൂടെയാണ് ഈ കുട്ടികൾ അധികം വരുന്നത്. അപ്പോൾ ആ കസിൻസൊക്കെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ബിഹേവ് ആണെങ്കിൽ ഒരു സെറ്റിൽ രാവിലെ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ പകച്ച് നിൽക്കും ആളിനെ കാണുമ്പോൾ. അപ്പോൾ 5 ദിവസം ഇവർ തമ്മിൽ ആ പ്രാക്ടീസും ഇവർ തമ്മിൽ കളിയൊക്കെ ആയിട്ട് ഇവരൊക്കെ നല്ല സിങ്കായി. അതിലൊരു രസം പടത്തിൽ കാണാൻ പറ്റും. ഇവരെല്ലാം നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വന്നത്? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഒരു സെറ്റിലേക്ക് പോകുമ്പോഴേക്ക് പുതിയ ആളുകളായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരുമ്പോഴേക്കും? അല്ല, നമ്മൾ പ്രത്യേകിച്ച് പുതിയ ആൾക്കാരായിട്ട് വരുന്നവർ, കുട്ടികളിലൊക്കെയാണ് നമ്മൾ വർക്ക്ഷോപ്പുള്ളത്. ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് അത് ഉള്ളത് നല്ലതാണ്. പക്ഷെ നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഇല്ല. കാര്യം നമ്മളെല്ലാം ഇത് കാണാതെ പഠിച്ച് കറക്റ്റായിട്ട് ചെയ്യും. ഞാനൊക്കെ ആദ്യം അഭിനയിക്കുന്ന സമയത്ത് ഡയറക്റ്റ് റെക്കോർഡിംഗ് ആണ് സൗണ്ട്. അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ച്, പിന്നെ നമ്മളെയും തെറ്റിക്കഴിഞ്ഞാൽ ഫിലിം വേസ്റ്റ് ആവില്ല. ഇത്രയും രൂപ എടുത്ത് മേടിച്ചതല്ലേ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇതായതുകൊണ്ട് ചിപ്പായതുകൊണ്ട് തെറ്റിയാലും കുഴപ്പമില്ല. കല്യാണം കവർ ചെയ്യുന്നതിനൊരു ഡയറക്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് അയ്യോ ശരിയായില്ല, ഇല മാറി, ഈ ലൈറ്റ് നമ്മൾ നേരത്തെ ഇട്ടില്ല, മറ്റൊരു ഡയറക്ടറെ വിശ്വാസമാണ് ഷോട്ട് എടുക്കുന്നതൊക്കെ. ഇപ്പം അങ്ങനെയല്ല, അവർക്കെല്ലാം കണ്ട് എടുക്കുക. അതുകൊണ്ടാണ് ഇപ്പം അന്നൊക്കെ വെള്ളാനങ്ങളുടെ നാട് ഞാൻ 20 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് പോലും അന്നൊന്ന് രാത്രി കേൾക്കുന്നതായിരുന്നു, ഫോണിൽ കൂടെ. മൊബൈലില്ല, ലാൻഡ് ഫോണിൽ വിളിച്ച് ശ്രീനിവാസം പറയുന്നതാണ്. അങ്ങനെ എഴുതിയെടുക്കും. ചിലപ്പോൾ ഒരു സീൻ ആരെയും കൊടുത്തയക്കും. അങ്ങനെ 20 ദിവസം കൊണ്ട് തീർത്ത പടമാണ്.
ഓട്ടം എന്നുള്ള പടം 24 ദിവസം കൊണ്ട് തീർത്ത പടമാണ്. 25 ദിവസം കൊണ്ട് തീർത്താണ് കണ്ണെഴുതി പൊട്ടുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഡയറക്ടറെ വിളിച്ച് നമ്മളൊരു പടം കൊടുത്ത് ആദ്യം പറയുന്നത്, ചേട്ടാ നമുക്കൊന്ന് വൃത്തിയായിട്ട് എടുക്കണമെങ്കിൽ ഒരു 80 ദിവസം വേണം, എന്നിട്ട് 110 ദിവസമാവും, 120 ദിവസമാവും. ഓരോ ദിവസം പോകുന്ന ഷൂട്ടിംഗ് എക്സ്പെൻഡിച്ചറൊക്കെ എത്ര രൂപയാണ്, ക്യാമറ വാടക അത് ഇതൊക്കെ. അപ്പോൾ ആ ഒരു എക്കണോമിക് സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും അല്ല, അടച്ചു പറയല്ല, പലരും ചെയ്യുന്നില്ല. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പലരും നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും ഡേയ്സ് പറയുന്നത് ശരിക്കും നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ രാജേട്ടൻ പറയണത്? വെൽ പ്ലാൻഡ് ആയിരിക്കും നമ്മൾ പ്ലാനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ആർട്ടിസ്റ്റ് വരുന്നില്ല. ഇപ്പോൾ രാവിലെ ഇപ്പം ഞാൻ എൻ്റെ പടത്തിന് ഞാൻ 5 മണി കഴിഞ്ഞ് റെഡിയാവും, എൻ്റെ കൂടെയുള്ള ഡയറക്ടർ അവരെല്ലാം റെഡിയാവും. ഞങ്ങളൊരു 5:30 ആക്കി തിരിക്കും. നമ്മൾ പട്ടാമ്പിയിലോട്ട് 10 കിലോമീറ്റർ, അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു 7 മണിയാവും. 7 മണിയാകുമ്പോൾ നമ്മൾ റെഡിയാവും. ഒരു 7 ബാക്കിയുള്ളവരൊക്കെ ഒരു 7:30 ആകുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങും. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു സീനോ കുറച്ച് ഷോർട്സോ എങ്കിലും എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 8 മണി 8:30. അല്ലാതെ 9 മണിക്ക് ഇവിടുന്ന് വണ്ടിയിൽ ആർട്ടിസ്റ്റ് വന്ന് ടെക്നീഷ്യൻ വന്ന് ഈ പറഞ്ഞ മാതിരി അത്താനമൊക്കെ പറഞ്ഞ് ലൈറ്റപ്പ് ചെയ്ത് 10:30 ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ 11 മണിക്ക് ഒരു ചായയായി, 1 മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്കായി, കിടന്നുറങ്ങി ഒരു 3 മണിയാകുമ്പോൾ കട്ടൻ ചെയ്യാം. ഒരു ലേസി ആയിരിക്കും അവർക്ക്. ഒരു എനർജി എന്ന് പറഞ്ഞാൽ മോർണിംഗ് 7 to 11, 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെയാണ് എല്ലാവർക്കും ഫുൾ എനർജി ഉള്ളത്. പിന്നെ എല്ലാവരും ഡ്രോപ്പ് ആവും, ഉച്ചയ്ക്ക് ഉറക്കം ഇതൊക്കെ വരും. പിന്നെ ഞാൻ കഴിയുന്ന നൈറ്റ് വർക്ക് വയ്ക്കാമല്ലോ, 9:30 വരെയാണ്. വേണമെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ഈ മോഹൻലാൽ ശോഭന പടത്തിന് വെളുപ്പിന് 5:45 അങ്ങനെ ഫുൾ ട്രെയിൻ അടിച്ച് മഴയത്തൊക്കെ നിന്ന്. അല്ല, അതിന്റെ ഇപ്പൊ ഒരു സന്തോഷമാണ് എല്ലാവരും വീണ്ടും ലാലേട്ടനും ശോഭന മാമും ഒന്നിച്ച് വന്നതിന്റെ. അവരുടെ അന്നത്തെ കാലത്തെ ആ ഒരു കോമ്പോനെ പറ്റി എന്താ പറയാനുള്ള രാജുവേട്ടന്? അത് ഭയങ്കര, ഞാൻ പറയല്ലേ, ശോഭനയൊക്കെ രാത്രി 8 മണിക്ക് ഉറങ്ങുന്നവരാണ്, രാവിലെ 5 മണി. ഇന്നലെ മിനിയാന്ന് ഷൂട്ടിംഗ് തീരുമ്പോൾ വെളുപ്പിന് 5:45 വരെ അവർ പാവം ഒന്നും തരും. ഇപ്പം അങ്ങനെയാണ്, നമുക്കത് തീർക്കണം. പിന്നെ അതൊരു ഗംഭീര പടമാണ്, ഞാനും ഒരു നല്ല റോളാണ്, അതിനാണ് ഈ ഗെറ്റപ്പ്. വീണ്ടും ശോഭന മാം അല്ലെങ്കിൽ ലാലേട്ടൻ, രാജുവേട്ടൻ നിങ്ങൾ ഒന്നിച്ചപ്പോൾ പഴയ കഥകളൊക്കെ ഇരുന്ന് പറഞ്ഞു? പഴയ കഥകളൊക്കെ പറയും. പഴയ കഥകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതാണ്. ഞാൻ എന്താണ് ഇങ്ങനെ ടൈം ടേബിൾ ചെയ്തത്, ഞാൻ 8 മണിക്ക് ഉറങ്ങും, പക്ഷെ 3 മണിക്ക് എണീക്കും. എണീറ്റ് അവരെ വീട്ടിൽ നിന്ന് അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് നടന്നു പോയിട്ട് 6 മണി വരെ തിരിച്ചു വരുന്നു. മോഹൻലാൽ പിന്നെ ഏത് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്ത ആൾ വന്നാലും അഭിനയിക്കാൻ വന്നാലും അയാൾ 2 മിനിറ്റ് കൊണ്ട് കമ്പനിയാവും. ഒരു ഡയറക്ടറോട് അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഡയറക്ടർക്ക് പിന്നെ ജീവിതത്തിൽ വേറൊരു ആക്ടർ വെച്ച് ഡയറക്റ്റ് ചെയ്താൽ സമാധാനമോ ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് കോപ്പറേറ്റ് ചെയ്യും. യാത്രകൾ എത്ര കഷ്ടപ്പാടും ചെയ്യും. രാജേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരു പുതിയ ആൾ അഭിനയിക്കാൻ വരികയാണെങ്കിൽ രാജേട്ടൻ എങ്ങനെയാണ് അവരെ കംഫർട്ട് ആക്കാൻ നോക്കും? ഞാൻ ഇതേപോലെ എന്താ പറയുക, ആദ്യമൊക്കെ വരുമ്പം പറയാം നസീർ സാർ അവരുമായിട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വരുന്ന ആളിനൊരു പതർച്ചയാണ്, ഇയാൾ സീനിയർ ആക്ടറല്ലേ. ഞാൻ ആദ്യം അത് ആ മോനെ അങ്ങ് ഒടിക്കും. അവരെ നമ്മളെ വളരെ നല്ല കമ്പനി ഫ്രണ്ട് ആക്കുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ജോലി അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ? ഇപ്പോൾ 7 ഓട്ടോ സിനിമ പ്രൊഡ്യൂസും ചെയ്തു, അതേപോലെ തന്നെ രാജേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. നമുക്ക് ഇപ്പോഴത്തെ എല്ലാം ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ മാനേജറുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, മേക്കപ്പ്, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ അസിസ്റ്റന്റ് എല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള പൈസകളൊക്കെ നമ്മൾ റോൾ ചെയ്ത് വരുന്നത് അതൊക്കെ സെറ്റിലെ പ്രശ്നമല്ലോ. വെളിയിൽ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് സംഭവം. അതൊക്കെ നടക്കും. ഒരു ഏറ്റവും ഭാഗ്യമുള്ള ജോലി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു സിനിമ നടനെന്ന് അറിയാവുന്നതാണ്. ഒന്നും അറിയണ്ട, ഇഷ്ടംപോലെ കാശും കിട്ടും, അതിലൊരു പബ്ലിസിറ്റി കിട്ടും. ഏറ്റവും ടെൻഷൻ പിടിച്ച ജോലി പ്രൊഡ്യൂസറുടെ തന്നെയാണ്. ഇത്രയും കഴിഞ്ഞിട്ട് പടം ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ടെൻഷൻ എടുക്കാൻ തുടങ്ങിയത് ഞാൻ എൻജോയ് ചെയ്യും കേട്ടോ. എൻ്റെ പ്രൊഡക്ഷനിൽ ഞാൻ എൻജോയ് ചെയ്യും. ഞാൻ ഫുൾ ഷൂട്ടിങ്ങിന് നിൽക്കും, എഡിറ്റിംഗ് നിൽക്കും, ഡബിങ്ങിന് നിൽക്കും, എല്ലാം നിൽക്കും. എഡിറ്റിംഗ് റൂമിൽ ത്രൂ ഔട്ട് ഇരിക്കും, റീ റെക്കോർഡിങ് എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. അത് പൈസ ലാഭിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഒരു പാഷനാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു മെറ്റമോർഫോസിസ് ഉണ്ട്. ഒരു മുട്ടയിൽ നിന്ന് ശലഭമാകുന്നവരുള്ള ഒരു ട്രാവൽ ഉണ്ടല്ലോ, അത് ഞാൻ എൻജോയ് ചെയ്യും. എല്ലാ സംഭവങ്ങളും ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റിനകത്ത് ഇൻ്റർഫിയർ ചെയ്യും, കാര്യങ്ങളൊക്കെ പറയും, അത് വേണ്ട ഇതുണ്ടാകും. ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ 100% ഡയറക്ടറുടെ ഒന്നും അങ്ങോട്ട് ഷോട്ട് ഇങ്ങനെയാണെന്ന് ഒന്നും പറയത്തില്ല. പക്ഷേ എഡിറ്റിംഗ് റൂമിൽ ഞാനായിരിക്കും. ഈ സീൻ ബോറാണ്, അല്ലെങ്കിൽ ഈ സീൻ ലെങ്ത്ത് കൂടുതലാണ്, ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള എഡിറ്റിങ്ങിന് ഞാൻ ഇൻ്റർഫിയർ ചെയ്യും, ഞാൻ കൂടെ ഇരിക്കും. ഞാൻ തിയേറ്ററിൽ ഒരു ഓഡിയൻ്റെ ആംഗിളിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് സീൻ ബോറടിയാണ്, അല്ലെങ്കിൽ ഈ സീനിൽ അവർ ട്രാവൽ ചെയ്ത് നടന്നു പോകണം, അത്രയും ദൂരം ബ്ലാഗാണ് കട്ട് ചെയ്യണം. അത് വളരെ വിനയപൂർവ്വം അവരുടെ ദൂരം അവരൊക്കെ കേൾക്കാറുണ്ട്. എൻ്റെ ഒരു സീനിയറിറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് അവർക്ക് മനസ്സിലാവും. പഴയ സിനിമകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ രാജേട്ടാ? പഴയ സിനിമ മിസ് ചെയ്യേണ്ടിട്ട് കാണാമല്ലോ. അങ്ങനെയല്ല, ഇപ്പോൾ കാലം മാറുന്തോറും എല്ലാ രീതികളും മാറുമല്ലോ. അപ്പോൾ പഴയ കാലത്തെ പോലത്തെ ഒരു പടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട്? അല്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് സമയം കളയാൻ പാടില്ല. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് നമ്മളിവിടെ ഇന്ന് ഇപ്പോൾ 60 മുമ്പ് വന്നിരിക്കുകയാണ്.
നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ്, എങ്ങനെയാണ് ഇനി മുമ്പോട്ടുണ്ടത്, ഇത് കഴിഞ്ഞ അടുത്ത മണിക്കൂറിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ മുമ്പോട്ട് പോകണം. അല്ല നമ്മൾ പഴയത് ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിൽ പഴയ തീമേ വരുള്ളൂ, പഴയ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പം നമ്മൾ ഓടി സൂപ്പർ ഹിറ്റ് പടം കണ്ടില്ലേ, മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലു ആയാലും എല്ലാം ഉഗ്ര പടങ്ങളല്ലേ. അതൊക്കെ പുതിയ ചിന്തകളാണ്, പുതിയ ആൾക്കാരുടെ പുതിയ സംഭവങ്ങളാണ്. അപ്പം നമ്മളും പുതിയ രീതിയിൽ പോകണം. അല്ല നമ്മൾ പഴയ കാലത്തെ കുടുംബ കഥകളും പെൻഷൻ പറ്റിയ അച്ഛൻ്റെ ദുരിതങ്ങളും അതൊന്നും ഇനി ഓടില്ല. ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് രാജേട്ടൻ കൊടുക്കാറുണ്ട്? എല്ലാവരും നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറ്റും. ഞാൻ പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറ എന്നുള്ളതല്ല, എല്ലാവരെയും നമ്മൾ ബഹുമാനിച്ചുള്ളൂ. ഇപ്പം ഞാനൊരു പൊതു സ്ഥലത്ത് പോകുന്നുണ്ട്, ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്, ഞാൻ അവിടെ എൻ്റെ മക്കളെ ഇവിടെ ക്ലാസ് എടുത്തോണ്ടെന്ന് പറയാൻ പാടില്ല. അയാളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ വേറൊരു സൊസൈറ്റി ഗ്രൂപ്പിൽ അയാൾ ടിപ്പ് ടോപ്പായിട്ട് ഞാൻ അയാളെ കയറി പോടാ, വീട്ടിൽ വിളിക്കുന്ന ഇവിടെ എന്ന് വിളിക്കാൻ പാടില്ല, പേര് പറഞ്ഞ് വിളിക്കണം. അല്ലെങ്കിൽ മോനെ ആ സാധനം എടുത്തോണ്ട് വരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ കാണണം. ഒരാളിനെ നമ്മൾ കുറച്ച് കാണരുത് ജീവിതത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറയാൻ, ഞാൻ മുത്തുരാമൻ എന്നുള്ള പഴയ ആക്ടർ, വലിയ ഗ്രേറ്റ് ഹീറോ, നിങ്ങളൊക്കെ അറിയില്ല, നിങ്ങളുടെയൊക്കെ ഫാദറും ഒക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്, നല്ല ആക്ടർ. അങ്ങനെ ഊട്ടിയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോഴത്തേക്കും ജോഗിങ്ങിന് പോകുന്ന വഴിക്ക് രാവിലെ 6 മണിക്ക് പോകും, 6:30 യൂണിറ്റ് വണ്ടി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വഴിയിൽ വൈറ്റ് ഇട്ട് ആൾ കിടക്കുക, നമുക്ക് മരിച്ചു കിടക്കുകയാണ്, ജോഗിങ്ങിനിടയ്ക്ക് മരിച്ചു. അപ്പം നമ്മൾ ആരാണ് ഇപ്പം നമ്മളെ രക്ഷിക്കുന്നതെന്ന് അറിയില്ല. വഴിയിൽ നമ്മൾ വീണാൽ നമ്മൾ റോഡേ പോകണ വഴിക്ക് അവരായിരിക്കും നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അല്ലാതെ എൻ്റെ പൈസയുണ്ട്, എൻ്റെ കോടിക്കണക്കുണ്ട്, എൻ്റെ ബെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എപ്പം ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, പ്രിയപ്പെട്ട കേത്തൽ ചിക്കൻ, അതിങ്ങനെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കൗതുകമായിട്ടാണ് ഞാനത് വായിച്ചത്. അതായത് രാജേട്ടൻ ഇങ്ങനെ പിച്ചളപ്പാത്രം കൊണ്ടുപോയി വിറ്റിട്ട് കേത്തൽ ചിക്കൻ കഴിക്കാൻ പോയി. മോഷണമൊക്കെ നടത്തിയിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ നിന്നാണ്, അന്യ വീട്ടിൽ നിന്നല്ല. പൈപ്പിൻ്റെ ടാപ്പില്ലേ വീട്ടിൻ്റെ വെളിയിലുണ്ട്, അത് രാത്രി ഊരി മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിട്ടു. വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ രാവിലെ അയ്യോ എന്താണ് വെള്ളം പോകണം, രാത്രി കള്ളന്മാർ ഇനി പ്ലാസ്റ്റിക് ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇതുകൊണ്ട് എന്നിട്ട് ഈ കേത്തൽ ചിക്കനത്തുള്ളൊരു കോഴിൻ്റെ അടുത്തുള്ള കൊതി കൊണ്ടാണ്. ഇപ്പോഴും മനോരമ പത്രത്തിലേലോ പഴയ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഞാൻ കേത്തൽ ചിക്കനെ കുറിച്ച് റൈറ്റപ്പ് എഴുതി, അതവിടെ വലുതായിട്ട് ആ സപ്ലിമെൻ്റ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് കേത്തൽ ഈ എന്താ പറയുക ബ്രോയിലർ ചിക്കനൊന്നും ഇറങ്ങിയിട്ടില്ല, അന്ന് നാടൻ കോഴി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നവർക്ക് അയാൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കും, ഈ സാധനം കൊടുക്കും. ഒരുപാട് കഴിച്ച സന്തോഷമാണ്, ഡിസ്കൗണ്ട് ഉണ്ട്. വന്ന് ഫുഡൊക്കെ വേസ്റ്റ് ചെയ്താൽ ഫൈൻ മേടിക്കും, പൈസ കൂടുതൽ പറയും. ആ കേത്തൽ ചിക്കൻ കഴിക്കാൻ പിച്ചളപ്പാത്രം വിറ്റു, ബുക്സ് വിറ്റു, അല്ലേ? തോറ്റും പോയി, അതാണ് 6ാം ക്ലാസ്സിൽ. അതിന് നല്ല അടിയും കിട്ടി. എൻ്റെ അച്ഛനും നല്ല ഫുഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഹോട്ടലിൽ വേണ്ടതുണ്ടോ അവിടെ എല്ലാം എന്നെയും കൊണ്ട് പോകുമായിരുന്നു. ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണല്ലേ രാജേട്ടൻ? ഫുഡിന് വെറൈറ്റി ഫുഡുകൾ, ചൈനീസ് ഫുഡ് അല്ലെങ്കിൽ കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, നല്ല സാധനങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ രാജേട്ടൻ്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവായിരുന്നേ, അപ്പൊ എനിക്ക് ഒത്തിരി പോസ്റ്റേഴ്സ് കാണാൻ പറ്റി. അതായത് ഇന്നത്തെ കാലത്തും സിനിമ ഇറങ്ങുമ്പോഴേക്കും അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. ആ ഒരു സിനിമ കംപ്ലീറ്റ് ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുമ്പോഴേക്കുള്ളൊരു ഇതായിരിക്കും. പക്ഷെ പണ്ടത്തെ കാലത്ത് കുറേ പോസ്റ്റേഴ്സ് എനിക്ക് അതിൽ കാണാൻ പറ്റി. ഞാനിപ്പോൾ കുറേ നേരം അതിലിങ്ങനെ നോക്കിയിരുന്നു, അതിലെ എഴുത്തും അതിലെ ഫോട്ടോ വെച്ചേക്കുന്ന രീതികളൊക്കെ. പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? പോസ്റ്റർ ഇറങ്ങുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ തലയിൽ വരാറില്ല, അങ്ങനത്തെ കാര്യം വരാം. ഇപ്പോഴാണെങ്കിൽ നമ്മളൊരു പടത്തെ അഭിനയിക്കുന്നെങ്കിൽ പണ്ടൊക്കെ ഹാഫ് പേജ് പരസ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ എല്ലാവരുടെയും തല വയ്ക്കും. ഇപ്പം ഈ പത്രത്തിലെ പരസ്യത്തിൻ്റെ പൈസ കൂടിയപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അത് കട്ട് ചെയ്തു. ഇപ്പം വന്നിട്ട് റിലീസ് ചെയ്യുന്ന തിയേറ്റേഴ്സിന്റെ പടവും ഹീറോയുടെ തലയും മാത്രം വയ്ക്കുമായിരുന്നു. ഇപ്പം അതും പോയി. ഇപ്പോൾ ഹീറോയുടെ തലയും വയ്ക്കത്തില്ല, തിയേറ്ററുടെ പേരും വയ്ക്കത്തില്ല. എല്ലാവരും ഓൺലൈനിലാണ്, നെറ്റിലും ഒക്കെയാണ് ഏതൊക്കെ തിയേറ്റർ ഉണ്ട് എവിടെ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അതും അങ്ങ് പോയി. അപ്പോൾ അങ്ങനെയും ഫോട്ടോ വരാൻ ചാൻസ് ഇല്ല. പണ്ട് സിനിമയിൽ എഴുതി കാണിക്കുന്നത് അഭിനയിക്കുന്നവർ, പ്രേം നസീർ, ശങ്കരാടി, മറ്റേ മറിച്ച് എന്നൊക്കെ. പിന്നെ അതങ്ങ് നഷ്ടപ്പെട്ടു. ഈ തിരശ്ശീലയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെന്ന് കാര്യം അതിനകത്ത് ഒരു ഇത് വരുന്നുണ്ട്, ശാരദ, ഷീല. അപ്പോൾ ആദ്യം വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഇടയ്ക്ക് ഒരു തുലാഭാരം വരച്ചിട്ട് രണ്ടുപേരും പേര് എഴുതി, ശാരദ, ഷീല ഈക്വലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് പരാതികൾ വന്നപ്പോഴത്തേക്കാണ് തിരശ്ശീലയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ വന്നത്. ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് വെച്ചതാണ്, ബോയിങ്ങിന്റെ പോസ്റ്റർ. ഇതപ്പോ ഇങ്ങനെ ഒറ്റ സ്റ്റില്ലായിട്ട് ഇങ്ങനെ എടുത്തിട്ടായിരുന്നു ആ സമയത്ത് ചെയ്തോണ്ടിരുന്നേ? അല്ല, അന്ന് നമ്മൾ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പോസ് ചെയ്ത് എടുപ്പിക്കും. ചില സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് സെൻസിബിളായിട്ട് എടുക്കും. എനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്നതാണ് ഇഷ്ടം, എന്നറിയാം, ഒരു നാച്ചുറൽ ആയിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ പോസ്റ്ററിൽ പ്രിഫർ ചെയ്യുന്ന മൂവ്മെന്റ് ഉള്ള സ്റ്റില്ലാണ്, അല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോസ് എടുക്കത്തില്ല. അതില്ല, ഇതൊക്കെ ഇത് നിർത്തിയെടുത്താണ് കാര്യം, എന്നാലേ ഫ്രെയിമിംഗ് ഒക്കെ ശരിയാവുള്ളൂ. നിങ്ങൾ തന്നെ പോസ് ചെയ്താണോ അത് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിരുന്നോ? അല്ല, ഡയറക്ടർ പ്രിയം പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു, നല്ല രസമായിരിക്കുന്നു. ഓക്കെ.
ബോയിങ്ങിന്റെ സെറ്റിലൊരു എക്സ്പീരിയൻസ്, കാരണം ആ സിനിമ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനാ, ഈ മുറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ആ സീനൊക്കെ അവസാനം വന്നിട്ട് ഞാൻ ഒരു വണ്ടി വർക്ക്ഷോപ്പൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ അന്ന് മോഹൻലാലിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വില്യംസ് ക്യാമറാമാൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. മോഹൻലാലിലൂടെ ഞാനും അതിൽ കയറി പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എവർഷൈനോട്ട് എന്തോ തെറ്റി. ക്ലൈമാക്സ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങേര് വണ്ടി കൊടുക്കാതെ കൊണ്ടങ്ങ് ബാംഗ്ലൂർ പോയി. അപ്പം പ്രിയം ചോദിച്ചു എങ്ങനെ ഷൂട്ട് ചെയ്യും, എന്ത് ചെയ്യും സംഭവം. നമ്മൾ അങ്ങേര് വണ്ടി കൊടുക്കത്തില്ല, നമുക്ക് ആ വണ്ടി സഡൻ കണ്ടിന്യൂറ്റിയാണ്. നമ്മൾ അതൊക്കെ ഒരു ഡയലോഗ് പറയാം. വാ വണ്ടി കയറുന്ന പറഞ്ഞാൽ ഒരു അംബാസഡർ കൊണ്ടുവരുമ്പോൾ മറ്റേ വണ്ടി എവിടെയെന്ന് മോഹൻലാലിനെ കൊണ്ട് ചോദിപ്പിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ മറ്റേ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാൻ ഒരു അംബാസഡർ കാർ കൊണ്ടുവരുത്തി, വാ ഇതിൽ കയറുന്നപ്പോൾ മറ്റേ നമ്മുടെ ബെൻസ് എവിടെ പോയി, അതിൻ്റെ ഉടമസ്ഥ വന്ന് തള്ളയ്ക്കൊളിക്ക് എടുത്തോണ്ട് നീ ഇതിൽ കയറ്. സംഭവം ക്ലീൻ ആയില്ലേ? അതിൻ്റെ ഉടമസ്ഥ വന്ന് തള്ളയ്ക്കൊളിക്ക് അത് എടുത്തോണ്ട് നീ ഇതിൽ കയറ്. അങ്ങനെയൊക്കെ നമ്മൾ അതാ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് ഈ പടത്തില്. പിന്നെ അതിന് ഈ കോമഡിക്ക് ഒരു അരത്തമേറ്റിക് ഉണ്ട്. ഈ ഡോർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നാൾ വരുന്നു. ആ ഒരു അരത്തമേറ്റിക് മലയാളത്തിൽ അറിയാവുന്ന ഡയറക്ടർ പ്രിയദർശനാണ്. അല്ല അത് ഇപ്പോഴും കാണുമ്പോൾ നോക്കില്ല, നമ്മുടെ പറയും നീ ബോൾ വരുന്നുണ്ട് ഇങ്ങനെ കുലി, നീ ബോൾ വരുന്നുണ്ട് ഇങ്ങനെ കുലി, ഇത് അടുത്ത ബോൾ കൊണ്ട് നീ വീഴെന്ന് പറയും. പിന്നെയാണ് പറയുന്നത് സുകുമാരി ചേച്ചി ആ ആംഗിളിൽ ചെന്നിട്ട് ചേച്ചി ഒരെണ്ണം എറിയണം, ചേച്ചി ഒരെണ്ണം എറിയണം, ചേച്ചി ഒന്ന് അങ്ങോട്ട് തിരിയണം, ഇവിടെ എറിഞ്ഞോട്ട് പപ്പോട്ട് മറ്റേ അങ്ങ് പറഞ്ഞ ഒന്ന് കൊള്ളുന്നു. ഇതിനൊരു അരത്തമാറ്റിക് ഉണ്ട്, സംഭവം ഒരു കൊറിയോഗ്രാഫ് ഉണ്ട്. അത് പ്രിയദർശൻ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് ഈ സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ എടുക്കാൻ എടുക്കണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഇങ്ങനെ വെക്കും അന്നത്തെ കാലത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുക്കും. അയ്യോ സാറേ അത് നാച്ചുറൽ ആയിട്ട് നിന്നതാണോ? അതാ ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നാണ്. അന്നങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി. ഈ പടത്തില് പ്രിയദർശന്റെ പടത്തിൽ ഞാൻ നായകനാണ്. ദീം തെരകിടതും ഇതില് ഈ പറഞ്ഞ പോലെ ഫേസ് മാത്രം, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് എടുത്തായിരിക്കും. അതൊക്കെ നാച്ചുറൽ ആയിട്ട് എടുത്ത് തന്നെ, അതെല്ലാം നാച്ചുറൽ എടുത്താണ്. ഇതെല്ലാം ഇത് പോസ് ചെയ്തെടുത്താണ് ലിസി ആയിട്ട് നിൽക്കുന്നത്. അന്നൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ പോസ്റ്റർ കാണാനായിട്ട് റോഡ് നടന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്നതിന് മുമ്പ് പറയും എൻ്റെ ഫ്രണ്ട്സിന് പറയും എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ പോസ്റ്റർ ഈ മരത്തിൽ തൂങ്ങടി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. അല്ല സിനിമയിലോട്ട് വരുന്ന ആ സമയമുണ്ടല്ലോ, ചാൻസലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ചാൻസലറായിട്ട് നടക്കില്ല ആ സമയത്ത്. പിന്നെ പോസ്റ്റർ വരുമ്പോൾ നമ്മൾ നോക്കും, നിന്റെ പോസ്റ്റർ ഇവിടെ മറ്റേ പട്ടത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ പോയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കിയിട്ട്. മൊബൈലൊന്നും ഇല്ല അന്ന് ഫോട്ടോ എടുക്കാൻ. അതെ അതെ, പണ്ട് ഇപ്പോൾ ഓരോ സിനിമയുടെ കഥയായിട്ട് പറയാനായിട്ട് വരില്ലേ, ആ കഥ കേൾക്കുന്ന രീതികളായിട്ടും ഇപ്പം തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുപാട് പണ്ട് വ്യത്യാസമില്ല. നമ്മൾ ഏത് ക്യാരക്ടർ കഥ പറഞ്ഞാലും കഥയും കേൾക്കും. പണ്ട് കഥ പറയാറില്ല, ക്യാരക്ടറാണ് പറയുന്നത് അധികവും. ഇപ്പം എല്ലാവരും വന്നാൽ കഥ പറയും, ഫുൾ കഥ പറയും. ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു പോകും. രാജുവേട്ടന് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു നടൻ അല്ലെങ്കിൽ ഒരു നടിയായിരുന്നു, ഒരു അത്ഭുത പ്രതിഭ എന്ന് തോന്നിയിട്ടുള്ള? അത്ഭുത പ്രതിഭ എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുന്നത് പ്രേം നസീർ എന്നുള്ള ആക്ടറിനെയാണ്. ഇത്രയും ദൈവതുല്യനായിട്ട് ഒരാളിനെ എൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പ് അതിന് ശേഷമോ കണ്ടിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാവരുടെ അടുത്തും. എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ മണിയടിയൊന്നും അല്ല, പുള്ളി അങ്ങനെയാണ് എല്ലാവരെയും ഡീൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. നല്ല ആളാണ് സംഭവം. അപ്പോൾ ഞാൻ സിനിമയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കഠിനാധ്വാനി മോഹൻലാൽ തന്നെയാണ്. എത്ര രാത്രിയായാലും എത്ര ഇതായാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതിനിടയ്ക്ക് യാത്രകളും അവിടെ പോവും ഇവിടെ പോവും എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യും. പുള്ളി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ എന്ന് പറയും. ചിലർ പറയില്ല ഡിപ്ലോമസി ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എന്നെ ഞെട്ടിപ്പിച്ചൊരു നടി ഇപ്പോഴത്തെ ജനറേഷനിൽ, ഇപ്പോഴത്തല്ല കഴിഞ്ഞ കുറേ മഞ്ജു വാര്യരാണ്. 6-ാം തമ്പുരാനിൽ പടത്തിൽ അഭിനയിക്കുമ്പം ഞാൻ സീനിൽ ഇങ്ങനെ ക്യാമറയുടെ സൈഡിൽ ചെന്ന് ഇങ്ങനെ നിൽക്കും. ഇവരുടെ മുഖത്ത് ഇങ്ങനെ പടപടാന്ന് മിന്നി മറയുന്ന ഭാവങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ഈ അത്ഭുതം കാണാൻ ഞാൻ നിൽക്കാറുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ടാലൻ്റ് ആക്ടർ. അപ്പോൾ അവരെ വെച്ചിട്ട് അന്നത്തെ അവരുടെ ടാലൻസ് വെച്ചിട്ട് ഇതുപോലെ മഞ്ജു വാര്യർ ഇപ്പം ദേവനന്ദയെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം അന്ന് ഞാൻ TK രാജീവ് കുമാറിനെ തുടങ്ങി. ഇപ്പോൾ കറക്റ്റ് ടൈമാണ് മഞ്ജു വാര്യർ വെച്ചിട്ടൊരു പടം ഉണ്ടാക്കണം, അവർ ഹീറോ ആയിരിക്കണം. അങ്ങനെ 2 ദിവസം തന്നെ രാജിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ് കണ്ണെഴുതി പൊട്ടുന്നു തൊട്ട്. അവർ മാരേജിൻ്റെ സമയമൊക്കെ ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഞാൻ രാജിച്ചേട്ടൻ തകർന്നു പോകും, ഈ പടം ചെയ്യാതെ വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം ചെയ്ത് തന്നിട്ടാണ് പോയത്. അസാധ്യ ആക്ടറാണ്. ഇപ്പോഴും അവരുടെ ഒരു 2 രീതിയിലാണ്. ഒന്ന് അവരുടെ ആക്ടിങ്, പിന്നെ അവരൊരു പെരുമാറ്റം എല്ലായിടത്തുള്ള വളരെ സിമ്പിൾ. അതുപോലെ റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ ദേവനന്ദ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് ഒരു ഭയങ്കര ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയാണ്, ഭയങ്കര ഐശ്വര്യമുള്ള കുട്ടിയാണ്. അത് പുതിയ വരുന്ന പയ്യന്മാരെല്ലാം നല്ല ടാലൻ്റ് അല്ലേ, നല്ല. ഞാൻ ചോദിച്ചു പ്രേമലു കണ്ടിട്ട് ഇറങ്ങിയിട്ട് പ്രിയദർശൻ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പടം? അയ്യോ ഭയങ്കര രസം, ഇത്രയും രസമായിട്ട് അവരെടുത്തില്ലേ. നമ്മളെക്കാളൊക്കെ അവർ വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്നു ഈ പുതിയ ജനറേഷൻ. നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് പടം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒത്തിരി ലെജൻസ് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്.
ഇപ്പം ഇന്നസെൻ്റ് ഏട്ടൻ അല്ലെങ്കിൽ ഹനീഫ് ക, അങ്ങനെ ഒരുപാട് നെടുമുടി വേണുചേട്ടൻ, ഇങ്ങനെ ഒത്തിരി പേര് പോയി. ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കഥ കേൾക്കണ സമയം ഇന്ന ആള് ഇതിലുണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പറയാം, ഇപ്പോൾ പ്രിയം തന്നെ പറയാം, നമുക്കിപ്പോൾ ഒരു വാക്വം കിടപ്പുണ്ട്, അതിനകത്താണ് പപ്പു ഏട്ടൻ. കുതിരേട്ടൻ പപ്പു ഒന്ന് ചെയ്യേണ്ട റോളിൽ ആ സ്പേസ് വേറെ ആരും ചെയ്താലും ശരിയാവില്ല. അതുപോലെ ജഗദീഷ് ശ്രീകുമാർ ഗ്രേറ്റ് ആക്ടറാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ 5 കൊല്ലം സീനിയറാണ് ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ ഈ സ്റ്റേജ് വന്ന് കയ്യടിയും ബഹളമൊക്കെ വാങ്ങിച്ചു പോകുമ്പോൾ എനിക്കും അതുപോലെ ആവണം എന്ന് വിചാരിച്ചിട്ട് ആക്ടറായി വന്ന ആളാണ് ഞാൻ. ആരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഏറ്റവും പേടി തോന്നിയിട്ടുള്ളത്? എനിക്കങ്ങനെ പേടി തോന്നാറില്ല സംഭവം. ഞാൻ ശിവായ ഗണേശൻ സാറിനോട് അഭിനയിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ആക്ടറല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ വളരെ മോശമായിട്ടൊക്കെ ചീത്ത പറയുന്ന ഹിൽ സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും കൂടെ യാത്രാമൊഴി എന്നൊരു പടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് വേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു സീൻ അഭിനയിക്കാൻ, അയ്യോ മോഹൻലാൽ അല്ലെങ്കിൽ അയ്യോ മമ്മൂട്ടി നിൽക്കുകയാണ്, മുണ്ട് കാത്തിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എവിടെ ക്യാരക്ടറാവും? മമ്മൂട്ടിയുടെ മുഖത്ത് പടാ എന്ന് പറയുന്ന റോളാണെങ്കിൽ മോഹൻലാലിന് മുഖത്ത് പടാ എന്ന് നമ്മളത് ചെയ്യുക. അത് ക്യാരക്ടറിന് വേണ്ടി അത്രയും ഫ്രെയിംസേ ഉള്ളൂ. ഇപ്പോൾ ഏഴോട്ടോ പോലെ സിനിമയിൽ നിങ്ങൾ ഒത്തിരി പേരൊക്കെ ഉണ്ടായല്ലോ, അങ്ങനെ അത്രയും ആളുകൾ വരുമ്പോൾ ഒരു സീനിനെ നിങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാറ്? ഇത് ഡയറക്ടർ പറയണം എന്നല്ലാതെ ഒരു ഷോട്ടിനെ നമ്മൾ മാറി സംസാരിക്കും, ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഇംപ്രൂവൈസേഷൻ എഴുതിൽ ഏറ്റവും കൂടുതൽ ഇതുണ്ടായിരുന്ന ദീം തരികട തോന്നുന്നു. പിന്നെ ഞാൻ പുതിയ ആൾക്കാരെ കൂടെ ഇല്ല, ഡയറക്ടർ പുതിയ ആളാണ് എൻ്റെ പടത്തിൽ, ഗൂയില് മനു, പിന്നെ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ സന്തോഷിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആളാണ് ക്യാമറാമാൻ, ജൊനാഥൻ എന്ന് പറഞ്ഞ ആളാണ് മ്യൂസിക് ഡയറക്ടർ. നിങ്ങൾ ഈ പടത്തിൻ്റെ സൗണ്ട് സൈഡ് എന്നുണ്ടാണ് മ്യൂസിക്. ഈ അടുത്ത കാലത്ത് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു മ്യൂസിക് സൗണ്ട് സിസ്റ്റം ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ തിയേറ്ററിൽ ഡോൾബിയിലാണ് ഈ പടം കാണേണ്ടത്. ഇതൊരു ഈ ആൾക്കാർ OTTയിൽ പടം കാണും അല്ലെങ്കിൽ TV-യിൽ പടം കാണും, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സംഭവങ്ങൾ വേറെയാണ്. അക്കാലത്ത് സിനിമകൾ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ടെലിവിഷനിലോട്ട് പോകുന്ന സമയത്താണ് സ്പെക്ടാക്കുലർ ഫിലിംസൊക്കെ ഹോളിവുഡിൽ നിർമ്മിച്ചു തുടങ്ങിയത്. എന്താ പറയുക, ടവറിങ് ഇൻഫോർണോ അങ്ങനെയൊക്കെ, ടൈറ്റാനിക് പോലെ വലിയ പടങ്ങൾ വരുന്നില്ല, അതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണേണ്ടത്. അപ്പോൾ അതുപോലെ ഗൂ എന്നുള്ള സിനിമയും എന്താ പറയുക, ഒരു വിഷ്വൽ ത്രെട്ടാണ്. അതിനകത്ത് വിഷ്വൽ ത്രെട്ടല്ല, വിഷ്വൽ ത്രെട്ടെന്ന് പിന്നെ പറയാം, ഒരു ട്രീറ്റാണ്. സൗണ്ട് സൈഡ് ഗംഭീരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നിൽക്കത്തില്ല. ചെറിയൊരു അനക്കവും കാര്യങ്ങളും ആ മ്യൂസിക്കും സൗണ്ടും വരുമ്പോഴേ ഇതൊരു ഗംഭീര സംഭവത്തുള്ളൂ. ഹനീഫ്കയുടെ ഒരു ഓർമ്മ പറയാമോ? കൊച്ചിൻ ഹനീഫ്കയുടെ. ഞാൻ ഉമാലോഴ്ജിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇറങ്ങിയിട്ട് ഉമാലോഴ്ജി താമസിച്ചു. 45 രൂപയാണ് വാടക മാസം. ആസ്പെക്ടോസ് ഇങ്ങനെ നിന്നാൽ തൊടാം. ഭയങ്കര ചൂട് മദ്രാസിൽ. ഞാൻ അവിടെ അതിനകത്താണ് കിടക്കുന്നത്. നമ്മൾ ഈ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്, തുണി നനച്ച് വിരിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ കൊച്ചിൻ ഹനീഫ. അപ്പം അവിടെ വേറെ മുറിയിൽ പിന്നെ കമൽ വന്നു. ഫാനൊന്നുമില്ല നമ്മുടെ ആ റൂമുകളിൽ. അപ്പോൾ എനിക്കവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ചന്ദ്രഭവൻ എന്നൊരു ഹോട്ടലിൽ. അപ്പോൾ വീട്ടിൽ 100 രൂപ വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിൽക്കണം, 45 രൂപ റെൻറ്റിനും. അപ്പോൾ രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ഇഡ്ഡലി, വൈകുന്നേരം ഇഡ്ഡലി, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ആ ഹോട്ടലിൽ ആരുടെ എന്തോ മരിച്ചിട്ട് ഹോട്ടൽ അടപ്പ്. അപ്പോൾ എൻ്റെ ഒരു പൈസ ഇല്ല, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അനീഫ എടുത്തെന്ന് ചോദിച്ചപ്പം അനീഫ അദ്ദേഹത്തിൻ്റെ ഖുറാനുണ്ട് മുറിയിൽ, അതിനകത്തൊരു 10 രൂപ എടുത്തത്. ഞാൻ അതുപോലെ കഴിച്ചു. പുള്ളി എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഉച്ചയ്ക്ക് പോയിട്ട് ബ്രഞ്ച് എന്ന് പറഞ്ഞ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ചാണ് പുള്ളി കഴിക്കുന്നത്. ഒരു 4 പൊറോട്ട വാങ്ങിച്ചിട്ട് ഡബിൾ ബുൾസൈ വാങ്ങിച്ചിട്ട് പുള്ളി ഇങ്ങനെ അതിൻ്റെ അറ്റത്തന്ന് ബുൾസൈ അറ്റാക്ക് ചെയ്ത് ബുൾസൈ തീരുമ്പോൾ 4 പൊറോട്ടയും തീരും. അങ്ങനെയാണ് പുള്ളി കഴിക്കുന്നത്. അന്ന് പുള്ളി പോയില്ല. വൈകുന്നേരം ഞാൻ ചോദിച്ചു, ഇന്നെന്ത് പോകത്ത്, ബ്രഞ്ച് കഴിക്കാൻ പോകത്തെന്ത്, വിശപ്പില്ലേ? വിശപ്പില്ലാഞ്ഞിട്ടല്ലടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ 10 രൂപയാണ് ഞാൻ തനിക്ക് തന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ അതെന്തൊരു അനീഫ, അല്ല എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, തനിക്ക് കൈ പറഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ അനീഫ ഞാൻ മറക്കുമോ ജീവിതത്തിൽ? അതാണ് അനീഫ മരിച്ചപ്പോഴുള്ള സ്റ്റിൽസ് നോക്കണം. ഞാൻ പൊട്ടിക്കറിയുന്ന സ്റ്റില്ലൊക്കെ ആയിരുന്നു. അനീഫയുടെ ബോഡി കാണാൻ പോയപ്പോൾ നമ്മുടെ ഞങ്ങൾ എത്രയും നാൾ ചാൻസ് അന്വേഷിച്ച് ഞാനും പുള്ളിയും കൂടെ 1-2 കൊല്ലമൊക്കെ ഉമ്മാലോചിച്ച് താമസിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ തമിഴ് പടം കാണാൻ പോകുമ്പോൾ പുള്ളി പറയും, ഇതിൽ ഞാൻ ജയശങ്കർ റോൾ ചെയ്യും, നാഗേഷിൻ്റെ റോള് താൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ട്. അറിയാവുന്നൊരു കൗതുകം കൊണ്ട് ചോദിക്കുക, രാജേന്ദ്രൻ്റെ ആദ്യത്തെ റെമ്യൂണറേഷൻ എത്രയായിരുന്നു സിനിമയിലെ? ആദ്യത്തെ റെമ്യൂണറേഷൻ കിട്ടിയില്ല. 100 രൂപയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിൽക്കാലത്ത്. അത് കിട്ടിയില്ല. പിന്നെ അതിനുശേഷം ആദ്യമായിട്ട് 1000 രൂപ വാങ്ങിക്കുന്ന പടം ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ മാളിക പണിയുന്ന നമ്മുടെ പടത്തിൽ. അതിനു മുമ്പ് ഈ രാജു റഹീം, പിന്നെ അവളൊരു ദേവാലയം, അങ്ങനെയുള്ള പടങ്ങളിൽ ബാസി സാറിൻ്റെയും ബഹദൂർ സാറിൻ്റെയും കൂടെ, അല്ലെങ്കിൽ ബഹദൂർ സാർ അല്ലെങ്കിൽ ബാസി സാറും ഞാനും, അല്ല ബഹദൂർ സാറും ഞാനും കൂടെയൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊക്കെ 2-3 പ്രാവശ്യമായിട്ട് 250 രൂപ ഇട്ടിട്ടുണ്ട്. രാജുവിൻ്റെ അടുത്ത അവസരങ്ങളൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടാവുമല്ലോ, അവരോടൊക്കെ എന്താ പറയാറ്? അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനകത്ത് മെയിൻ റോളിലൊക്കെ ഫിക്സ് ചെയ്ത്
അതിനകത്ത് ഞാൻ അങ്ങനെ നേരത്തെ ഇതൊക്കെ കണ്ട് ഓരോരുത്തർ വെച്ച് അറിയാവുന്നവരൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ എൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച സ്കിറ്റ് ഞാൻ ജഡ്ജായിരിക്കുമ്പോൾ സ്കിറ്റിൽ വരുന്നവരൊക്കെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. പിന്നെ ചിലർ ഒരു പാസിങ് ഷോട്ട് ഒരു ഡയലോഗ് എന്നൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പടം തുടങ്ങുന്ന ഈ സമയമാണ്, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഒന്ന് കാണുക, ഇതിൽ ഏതൊക്കെ വേഷങ്ങൾ ബാക്കിയുണ്ടോ അത് നിങ്ങൾ ഒന്ന് ചെയ്യുക. അങ്ങനെ ചെയ്തു. ഞാനും ഇതുപോലെ അലിഞ്ഞ് കിടന്നതല്ല, അതുകൊണ്ട് ഒരു തന്നെ വരുന്നതന്നെ. ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ മോൻ വീട്ടിൽ കണ്ണാടിയില്ലേ അഭിനയിക്കാൻ കൊള്ളുമെന്ന് പറഞ്ഞു വിട്ടതില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണോ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന? അത് തന്നെ അതൊക്കെ ഒരു കാലം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട് കേട്ടോ. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ കോടംപൊങ്ങ ഇലക്ട്രിക് എൻ്റെ മുമ്പിൽ ചാടി തന്നെ. ഞാനിത് എന്തായാലും ഇവിടെ വരും, എനിക്കിവിടെ അഭിനയിക്കണം, എൻ്റെ പോസ്റ്റർ ചെവിരി ഒട്ടിച്ചേ പറ്റൂ കേരളത്തിൽ. തളർന്നാ പോയി. അല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവല്ലോ. ഇതേ രീതിയിൽ പോയിട്ടുള്ള വേറൊരു ആക്ടർ ആരായിരിക്കും? ഒത്തിരി എല്ലാവരും സഫർ ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളവരായിരിക്കും. അല്ല, ഞാൻ ശ്രീനിവാസൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന, ഇനിയിപ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഇപ്പോഴത്തെ ഒരു ഈസി ഒന്നാമത്, അന്ന് കേരളത്തിൽ ഷൂട്ടിംഗ് ഇല്ല. ഏതെങ്കിലും ഒരു പടത്തിൻ്റെ ഔട്ട്ഡോർ ഷൊർണൂർ എടുത്താലായി. പക്ഷേ അന്ന് മദ്രാസിൽ തന്നെ പോകണം, ഒരു സ്റ്റുഡിയോയ്ക്കകത്തും വിടത്തില്ല. പണ്ടൊക്കെ ലവ് സീൻ ചെയ്യാനൊക്കെ നാണം ഉണ്ടായിരുന്നു. ഞാൻ നാണം കെട്ടില്ല, അഭിനയിക്കാൻ ഇറങ്ങുന്നത് ആദ്യം നാണം മാറ്റി വെക്കണം, നാണം കെട്ടണം. ഇപ്പം ഞാൻ തരുൺമൂർത്തിയുടെ പടത്തിൽ അഭിനയിക്കുമ്പോഴത്തേക്കും അങ്ങനെ തലയെ കഴിച്ച കരഞ്ഞ് അഭിനയിക്കുന്ന സീൻ വരുമ്പോഴത്തേക്കും പറയുന്ന സെൻറ്റൻസ്, ചേട്ടാ നാണം കെട്ട് അഭിനയിക്കുക, ചേട്ടാ നാണം കെട്ട് അഭിനയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴത്തേക്കും കരഞ്ഞ് വിളിച്ച് അഭിനയിക്കില്ലേ, അത് വേണം ആക്ടർ. ഇപ്പം ഞാനൊരു ആദ്യം ഒരു നോൺ ആക്ട് അഭിനയിക്കാൻ ട്രിവാൻഡ്രം ഒരു എക്സിബിഷൻ ഒരു സ്റ്റേജിൽ കയറി. അപ്പം ഞാനിങ്ങനെ അടുത്തതായി പാടാൻ പോകുന്നത് പ്രാർത്ഥനാ ഗാനം എന്ന് പറയുമ്പോൾ മുംബൈ നേരത്തെ ഇങ്ങനെ ഗോഷ്ടി കാണിച്ചു. ഞാൻ വല്ലാതായിപ്പോയി. വേറെ അടുത്ത് നോക്കി വരുത്ത ഞാൻ പാടാൻ ആൾ വരാത്തതിനാൽ ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. നമ്മുടെ സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ഓഡിയൻസ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കണം. തനിയെ ഡയലോഗ്സ് ഇപ്പം മിന്നാജിലൊക്കെ മലയാളടാ കുന്ന് കുന്നൊക്കെ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ തനിയെ കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ടാ? അത് തനിയായിരുന്നല്ല, അത് പ്രിയദർശൻ എഴുതി. അല്ല, അതുപോലത്തെ ഡയലോഗ്സ് ഒക്കെ ഒരുപാട് പടങ്ങളിലൊക്കെ ഇടാറുണ്ട്. ഈ കോമഡി എപ്പോഴും നമ്മൾ ദീൻ തേടുമ്പോഴൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇമ്പ്രൂവൈസ് ചെയ്ത് നന്നാക്കും. ഓക്കെ, അപ്പോൾ ഗൂ സിനിമ എന്തായാലും 17-ാം തീയതി റിലീസാണ്. ഞാൻ എൻ്റെ പടം കണ്ട് എല്ലാവരും കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയല്ല, നിങ്ങൾ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ പോകണം. കാര്യം ഇത്രയും തിയേറ്റർ പ്രസൻസ് ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു പടം. ഇതിനകത്ത് മമ്മൂട്ടിയില്ല, മോഹൻലാലില്ല, അങ്ങനെ സൂപ്പർ സ്റ്റാർസ് ആരുമില്ല. പക്ഷേ ഈ കുട്ടി ഹോൾഡ് ചെയ്യാണ് സിനിമ. ദേവാനന്ദ നമ്മൾ മാളികപ്പുറത്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ടാലൻസ് കണ്ടതല്ലേ. അല്ല, അതാ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പല ലെജൻസിനെ വെച്ചിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജുവേട്ടൻ, അവളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ സൈജു കുറുപ്പ് എന്നാലുണ്ട്, നിരഞ്ജൻ മോനായിട്ട് പറയല്ല, അവർക്കെല്ലാം ബ്രേക്ക് ആയിരിക്കും പടം. അപ്പോൾ May 17 ഗൂ സിനിമ തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും, കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടും. 4 പാട്ടുണ്ട്. പാട്ടെന്ന് വെച്ചാൽ ലവ് സോങ് ഒന്നും അല്ല, റീ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാട്ടുകൾ വരെയുണ്ട് കേട്ടോ. അത് തന്നെ വെറൈറ്റിയാണ്, കണ്ടു നോക്കൂ. ഓക്കെ രാജുവേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്രയും നേരം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയതിൽ. എന്തായാലും ഞാനും പോയി സിനിമ കാണും, എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും അറിയിക്കും. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾക്ക് തരണം, അഭിനയത്തിലൂടെയും തരണം, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല പടങ്ങൾ നമുക്ക് കൊണ്ടുവരണം. ഞാൻ അങ്ങനെ ഒരു വർഷം 5-6 പടം എടുക്കുന്ന ആളല്ല, 2 വർഷം 3 വർഷം പടം എടുക്കുന്നത്. അത് ഞാൻ അറിഞ്ഞും കണ്ടും ഇത് സിനിമയായാലും ഞാൻ ടിക്കറ്റ് എടുത്ത് കാണുമെന്ന് ആദ്യം ആലോചിക്കും. അങ്ങനെയുള്ള സിനിമയെ ഞാൻ എടുക്കുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കത്തില്ല. അപ്പോൾ ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു ചേട്ടാ.